ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഭിന്നശേഷി നിയമനത്തിലെ NSS ഇളവ് മറ്റ് മാനേജ്മെന്റുകൾക്കും നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സ്വാഗതം ചെയ്തു. ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഗവൺമെന്റിനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. അത് ഒരിക്കലും ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ മാത്രം ആവശ്യമായിരുന്നില്ല. ഇപ്പോൾ ഞാൻ മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ നിർബന്ധത്തിന് ഗവൺമെന്റ് വഴങ്ങി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ NSSന് ലഭിച്ച ആനുകൂല്യം ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു തിരുത്തുള്ളത്, ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും വേണ്ടി മാത്രമുള്ള ഒരു വിധിയല്ല, ഒരു തീരുമാനമല്ല. കാരണം NSS മാനേജ്മെന്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ മാനേജ്മെന്റുകളിലെയും നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആനുകൂല്യമായിട്ട് കരുതുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം സംബന്ധിച്ച് സർക്കാർ എടുത്ത പുതിയ തീരുമാനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ തോമസ് തറയിൽ സന്തോഷം രേഖപ്പെടുത്തി. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ലഭിച്ച ഔദാര്യമല്ലെന്നും എല്ലാവർക്കും പ്രയോജനകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. NSSന് ലഭിച്ച ഇളവുകൾ മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കിയ സർക്കാർ നിലപാട് എല്ലാവർക്കും ആശ്വാസകരമാണ്. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത്. ഭിന്നശേഷി സംവരണത്തിനു വേണ്ടി ഒഴിവുകൾ നീക്കിവെക്കാൻ തങ്ങൾ തയ്യാറായിരുന്നു. എന്നാൽ ഭിന്നശേഷി വിഭാഗക്കാരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെട്ടു. NSSന് ലഭിച്ച വിധി എല്ലാവർക്കും ബാധകമാക്കാമായിരുന്നിട്ടും ഓരോരുത്തരും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കാമായിരുന്ന അസ്വസ്ഥതയാണ്. ഈ പുതിയ സർക്കാർ നടപടിയിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. ഞങ്ങൾ നിരന്തരമായിട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഭിന്നശേഷി സംവരണത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാണ്. ഭിന്നശേഷി സംവരണ പ്രകാരമുള്ള ഈ ഒഴിവുകൾ നീക്കിവെക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അത് നീക്കിവെച്ച് ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പല മാനേജ്മെന്റുകളും അത് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ബാക്കിയുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും നാളും അതിന് തടസ്സമായിട്ട് നിന്നത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. അതായത് ഇത് പൂർണ്ണമായിട്ട് ഈ ഒഴിവുകൾ നികത്താതെ മറ്റൊരു നിയമനവും പാസ്സാക്കാൻ പാടില്ല എന്നുള്ളൊരു വിധി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം, അതായത് ഭിന്നശേഷി നിയമനങ്ങൾ നികത്തേണ്ടത് ഗവൺമെന്റാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഉദ്യോഗാർത്ഥികളെ നൽകേണ്ടത്. പക്ഷെ അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മാനേജ്മെന്റിൽ പൂർണ്ണമായിട്ട് ഈ ഒഴിവുകൾ നികത്തിയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് CCV.